മഴക്കാലത്ത് നമ്മുടെ പെറ്റ്സിനെ എങ്ങനെ നമുക്ക് കൂടുതൽ എൻഗേജ് ചെയ്യാം അതിനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് റെയിൻ ഫോറസ്റ്റ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഹലോ, വെൽക്കം ടു റെയിൻ ഫോറസ്റ്റ് പെറ്റ്സ് ആൻഡ് പ്ലാന്റ്സ്. മഴക്കാലം നമ്മൾക്ക് എല്ലാവർക്കും ആസ്വാദ്യകരമായ ഒരു സീസൺ ആണ്. പക്ഷെ നമ്മുടെ പൊന്നോമനകളായ പെറ്റ്സിനും അത് അതുപോലെ തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. ഡോഗ്സ് ഏറ്റവും കൂടുതൽ എനർജി എക്സ്പെൻഡ് ചെയ്യുന്നത് സ്നിഫിങ്ങിലൂടെയാണ്. അത് കാരണം തന്നെ ഡിറ്റക്റ്റീവ് ഡോഗ്സ് നമുക്ക് കാണാമല്ലോ, അവരെവിടെയെല്ലാം സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും ഡോഗ്സ് എല്ലാം തെരഞ്ഞു കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സ്നിഫിംഗ് മാറ്റ്സ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കാണാം, പല ലെയേഴ്സ് ഉണ്ട്. ഇതിന്റെ അകത്ത് നമ്മൾ ട്രീറ്റ്സ് എല്ലാം ഒളിപ്പിച്ചു വെക്കും, എന്നിട്ട് ഡോഗ്സിനെ സ്നിഫ് ചെയ്യാനായിട്ട് വിടും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ട്രീറ്റ്സ് എല്ലാം തെരഞ്ഞു കണ്ടുപിടിക്കും. അതാണ് ഒരു സ്നിഫിംഗ് മാറ്റ്. നമ്മൾക്ക് ഇവള് സ്നിഫ് ചെയ്ത് കണ്ടുപിടിക്കുമെന്ന് നോക്കാം. ഈ സ്നിഫിംഗ് മാറ്റിന് താഴെ വാക്യൂം ഉണ്ട്. അത് കാരണം ഈ മാറ്റ് സ്ലിപ്പായി പോവില്ല. നമുക്ക് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യാം, എന്നിട്ട് ട്രീറ്റ് ഇട്ട് കൊടുക്കാം. സ്നിഫിംഗ് മാറ്റ്സ് പല വെറൈറ്റിയിൽ വരും. ഒന്ന് നമ്മൾ നേരത്തെ കണ്ടത്, അതുപോലെ തന്നെയാണ് വേറെ ഒരു മോഡൽ ഓഫ് സ്നിഫിംഗ് മാറ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം കുറെ ഹോൾസ് ഉണ്ട്. അവിടെ നമ്മൾക്ക് ഈ സ്ലൈഡേഴ്സ് വെച്ച് അടയ്ക്കാം. അതിനുശേഷം പെറ്റ്സ് വന്ന് സ്നിഫ് ചെയ്ത് അവര് ഭക്ഷണം എടുക്കും. പെറ്റ്സിനെ എൻഗേജ് ചെയ്യാൻ പറ്റിയ വേറൊരു പ്രൊഡക്റ്റ് ആണ് റോളേഴ്സ്. അത് ബോൾ പോലെ കാണാം, പക്ഷെ അതിൻ്റെ അകത്ത് ബാറ്ററി ഉണ്ട്. നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വൈബ്രേറ്റ് ചെയ്യും, അതുപോലെ തന്നെ അത് റോളാവും. നിങ്ങൾക്ക് കാണുന്ന പോലെ ബൂം ഇതിന്റെ പിന്നാലെ പോകുന്നത് കണ്ടില്ലേ? അപ്പൊ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ബോളാണിത്. ഇതും പെറ്റ്സിനെ എൻഗേജ് ചെയ്യാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മറ്റൊരു പ്രൊഡക്റ്റ് ആണ് ഈ റോപ്പ്. ഇത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റ്സിനെ കൂടെ ടഗ് ഓഫ് വാർ കളിക്കാം. അതായത് ഒരറ്റത്ത് നിങ്ങൾക്ക് വലിക്കാം, മറ്റൊരു അറ്റത്ത് പെറ്റിന് കളിക്കാൻ കൊടുക്കാം. ഇത് വളരെയധികം എൻഗേജിങ് ആയിട്ടുള്ള ഒരു ടോയ് ആണ്. ഫിസിക്കൽ ആക്ടിവിറ്റി വളരെയധികം ആവശ്യമുള്ള ഒരു ടോയ് കൂടിയാണ് ഇത്. അപ്പൊ നിങ്ങൾക്ക് പെറ്റ്സിന്റെ കൂടെ കളിക്കാം. ഡോഗ്സിനെ എങ്ങനെ എൻഗേജ് ചെയ്യാം, അതിനെ പറ്റിയ പ്രൊഡക്ട്സ് ഏതാണ്, അതെല്ലാമാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ കാറ്റ്സിനെ നമുക്ക് എങ്ങനെ കൂടുതൽ നേരം കളിപ്പിക്കാം എന്നുള്ളത്. ഇതിൽ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ കാറ്റ് ടീസർ എന്ന് പറയുന്നത്. ഈ ടീസേഴ്സിന് അറ്റത്ത് നിങ്ങൾക്ക് കാണാം തൂവലുണ്ട്. ഈ ഫെദേഴ്സ് വെച്ച് നമുക്ക് അവരെ കളിപ്പിക്കാം. വേറൊരു പ്രൊഡക്റ്റ് ആണ് ഈ കാറ്റ് ടണൽ തുരങ്കം പോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് എൻഡ്സ് കാണാം. അതുപോലെ തന്നെ ഇടയിലൂടെ രക്ഷപ്പെടാനുള്ള കുറെ മാർഗങ്ങളും ഉണ്ട് ഇതില്. നമുക്ക് കാറ്റ്സിന് ഇത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോയ് ആണ്. ഹോപ്പ് യു ഓൾ ലൈക്ക് ദ വീഡിയോ. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ like, share and subscribe to Rainforest Pets and Plants. Thank you.